തോമാശ്ലീഹായും ഭാരത പ്രേക്ഷിതത്വവും എന്ന പഠന പരമ്പരയുടെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പഠന പരമ്പരയിൽ ചരിത്ര വസ്തുതകൾ നമുക്ക് വിശദീകരിച്ച് തരുന്നത് കോതമംഗലം രൂപതയുടെ മുഖ്യ വികാരി ജനറലായ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ അച്ഛനാണ്. അച്ഛ, ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വാഗതം. അച്ഛ, തോമാശ്ലീഹായും മൈലാപ്പൂരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, തോമാശ്ലീഹായുടെ രക്തസാക്ഷിത്വം എന്നിവയെക്കുറിച്ച് അച്ഛൻ പ്രേക്ഷകർക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കാമോ? തോമാശ്ലീഹയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മൈലാപ്പൂരിനോട് ബന്ധപ്പെട്ടാണ് പല നറേറ്റീവ്സും നമ്മൾ രേഖകൾ കൂടുതൽ കാണുക. കൊടുങ്ങല്ലൂർ വന്നെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം മൈലാപ്പൂർ പോയി, മൈലാപ്പൂർ സുവിശേഷം പ്രസംഗിച്ചു, ക്രൈസ്തവ കൂട്ടായ്മ തുടക്കമിട്ടു. അവിടെ ചൈനയ്ക്ക് പോയി, ചൈനയിൽ സുവിശേഷം പ്രസംഗിച്ച് തിരിച്ചു വന്നു. എന്നിട്ട് കൊല്ലം നിലയ്ക്കൽ നിരണം ഒക്കെ വന്ന് കൊടുങ്ങല്ലൂർ വന്നു, പാലയൂരൊക്കെ പോയി, വീണ്ടും മൈലാപ്പൂർ പോയി രക്തസാക്ഷിത്വം ഭരിച്ചു എന്നുള്ളതാണ് നമ്മുടെ റമ്പാമ്പാട്ടിലും പിന്നീട് ഒരു പരിധിവരെ മാർഗ്ഗംകളി പാട്ടുകളിലെല്ലാം സൂചിപ്പിക്കുക. അപ്പോൾ തോമാശ്ലീഹയുടെ പ്രധാനപ്പെട്ട പ്രേക്ഷിത രംഗങ്ങൾ ഒന്ന് മൈലാപ്പൂരാണ്. മൈലാപ്പൂർ എന്തോരം ക്രൈസ്തവ കൂട്ടായ്മ ഉണ്ടായെന്ന് നമുക്കറിയില്ല. പക്ഷേ 2-3 നൂറ്റാണ്ട് വരെ ക്രൈസ്തവരുണ്ടായിരുന്നുവെന്നും അവിടുന്ന് മതപീഡനം ഉണ്ടായപ്പോഴവർ കൊല്ലം തേവലക്കര ആ ഭാഗത്തേക്ക് അവർ കുടിയേറിയെന്നും, തിരുവിതാംകോട് തൊട്ട് കൊല്ലം തേവലക്കര ഭാഗത്തേക്ക് കുടിയേറിയെന്നുള്ളതാണ് മനസ്സിലാക്കപ്പെടുക. കാരണം ആ ഭാഗത്തുള്ള എല്ലാവരും പറയുന്നത് മൈലാപ്പൂരായിരുന്നു. മൈലാപ്പൂരിൽ നിന്ന് ആക്രമണം വന്നപ്പോൾ ഞങ്ങളോട് യാത്ര ചെയ്തതാണ്, ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അതിന് വേറിട്ടൊരു പാരമ്പര്യം, നമ്മുടെ ക്രൈസ്തവ കൂട്ടായ്മയെക്കുറിച്ച് പഠിക്കുമ്പോൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ലിഖിതങ്ങളിലുള്ള രേഖകൾ പഠിച്ചവരുടെ ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉത്ഖനനം നടത്തിയ വസ്തുക്കൾ എടുത്തുകൊണ്ട് അവരുടെ ലെയർ വൈസ് പഠനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ക്രോണോളജിക്കൽ ഘട്ടങ്ങളിലെ ചേഞ്ച് ഓവർ ടൈം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അവരുടെ കൾച്ചറും എത്നിക് ബിഹേവിയറും അവരുടെ സോഷ്യൽ ബിഹേവിയറൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റികൾ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പഠിക്കും. ഈ പ്രദേശത്ത് ക്രൈസ്തവർക്ക് ഒരു വ്യതിരിക്തതയുണ്ട്. ആ വ്യതിരിക്തത ഒരു പങ്ക് ചിലപ്പോൾ ഇരുന്നായിരിക്കാം. മാണിക്യവസകാരുടെ ആക്രമണം മൂലം അവിടുന്ന് കുടിയേറി എന്ന് പറയുന്നവരുണ്ട്. മാണിക്യവസകാർ 8-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആയിരിക്കില്ല, 3-ാം നൂറ്റാണ്ടായിരിക്കില്ല. 3-ാം നൂറ്റാണ്ട് കുടിയേറ്റം ഉണ്ടായി എന്നുള്ളത് മൈലാപ്പൂരിൽ നിന്ന് തിരുവിതാംകോട്, പിന്നെ നമ്മുടെ കൊല്ലം തേവലക്കര തുടങ്ങിയ ഭാഗത്തേക്ക് വന്നുള്ള അവരാ പാരമ്പര്യം വാമൊഴി പാരം സൂക്ഷിക്കുന്നുണ്ട്. മൈലാപ്പൂരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തോമാശ്ലീഹ രക്തസാക്ഷിത്വം മരിച്ച സ്ഥലമെന്നാണ്. തോമാശ്ലീഹാന് മുന്നം വന്നിട്ടുണ്ടാകാം. കാരണം ഇപ്പം നമ്മുടെ പോലീസ് രേഖകളും ചിലപ്പോൾ തോമാശ്ലീഹ യശോദ ബാറൂസൊക്കെ മൈലാപ്പൂർ വന്നു എന്നാണ് പറയുക. ഈ നമ്മുടെ മറങ്ങാളിപ്പാട്ടിനകത്തും റമ്പാമ്പാട്ടിനകത്തും കേരളത്തിൽ വന്നിട്ട് കൊടുങ്ങല്ലൂർ വന്നിട്ട് മാലിയങ്കര വന്നിട്ട് മൈലാപ്പൂർ പോയി എന്നാണ് പറയുക. അപ്പോൾ ഏതായാലും അവിടെ ക്രൈസ്തവ കൂട്ടായ്മ വേണ്ടെങ്കിലും രക്തസാക്ഷിത്വം വഹിച്ച സ്ഥലം മൈലാപ്പൂരാണ്. അത് ജൂലൈ 3-നാണ്, കർക്കിടക 3-നാണ് റമ്പാമ്പാട്ട് പറയുക. നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടറിൽ അവർ ജൂലൈ 3 വെച്ചിരിക്കുക. 772 തോമാശ്ലീഹ വന്ന ദിവസമായിട്ട് കണക്കാക്കപ്പെടുന്ന നവംബർ 21-നാണ്. മരിച്ചത് ജൂലൈ. അതുകൊണ്ട് ഭാരത പ്രവേശനം നവംബർ 21 ആഘോഷിക്കപ്പെടുന്നത്. പഴയ രേഖകളെല്ലാം നവംബർ 21 തോമാശ്ലീഹ വന്ന സ്ഥലം. മരിച്ചത് ജൂലൈ 3-നാണ്. അപ്പോൾ അത് ദുഃഖാനന്ദ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. തോമാശ്ലീഹയെ കബറടക്കിയത് മൈലാപ്പൂരാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള പല രേഖകളിൽ പല വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളത്. നമ്മൾ ചരിത്രകാരനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഏതാണ് ശരിയെന്നുള്ള അപഗ്രഥനമാണ് നടത്താൻ പറ്റുള്ളൂ. പക്ഷേ മൾട്ടിപ്പിൾ സോഴ്സുകളുണ്ട്. ഒരു സോഴ്സ് പറയുന്നു അദ്ദേഹം കാളി വിഗ്രഹത്തിന് വേണ്ടി പൂജ നടത്താൻ സമ്മതിക്കാഞ്ഞിട്ട് അദ്ദേഹത്തെ വധിച്ചു എന്ന് പറയുന്നുണ്ട്. അന്ന് കാളി സങ്കല്പത്തിന് രൂപപ്പെട്ട് വന്നിട്ടില്ല, അപ്പോൾ സത്യാകാൻ ഇടയില്ല. വേറൊരെണ്ണം എംബ്രാൻ അദ്ദേഹത്തെ കുന്നം കൊണ്ട് കുത്തിയെന്ന് പറയുന്നു. പക്ഷേ പല രേഖകളിലും കാണുന്ന ഒരു ലോക്കൽ ഹണ്ടർ, പ്രാദേശിക വേട്ടക്കാരൻ അമ്പ് ചെയ്തപ്പോൾ അദ്ദേഹം മരിച്ചു വീഴുന്നതാണ്. വേറെ ചില കാഴ്ചപ്പാട് കുന്നം കൊണ്ട് കുത്തി എന്നുള്ളതാണ്. അപ്പം ഈ മാർക്കോപോളോ 1292 എഴുതുമ്പോൾ അദ്ദേഹം പറയണത് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് അമ്പ് ചെയ്തപ്പോൾ അത് തറച്ചു കൊന്ന് അദ്ദേഹം മരിച്ചു വീണ് മയിലുകളുടെ മധ്യയാണ്.
അപ്പോൾ അതുകൊണ്ട് മൈലാപ്പൂർ എന്ന പേര് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ മയിലുകളുടെ പട്ടണം. തോമസ് ലീയുടെ മരണത്തിന് ശേഷമാണോ മൈലാപ്പൂർ എന്ന് പേര് വന്നത്? രേഖയില്ല അതിന് മുന്നേ. നമ്മളുള്ള കാര്യങ്ങൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതിന് മുന്നേ മയിൽ അവിടെ ഉണ്ട്. അതിന് മുന്നേ അവിടെ കബരീശ്വരർ ടെമ്പിൾ അമ്പലങ്ങളൊക്കെ ഉണ്ട് അവിടെ, മൈലാപ്പൂരുണ്ട്. പക്ഷേ അത് മൈലാപ്പൂരിനോട് ബന്ധപ്പെട്ടല്ല. പക്ഷേ നമുക്ക് ഈ മൈലാപ്പൂരിൽ നിന്ന് മദ്രാസിനടുത്താണ്. അപ്പോൾ മദ്രാസ് ഒന്നും പ്രധാനപ്പെട്ട രംഗത്ത് ഒരിടത്തും ഇല്ല. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രം പൂമ്പുഹാറാണ്, അല്ലെങ്കിൽ കാവേരി പട്ടണമാണ്. ചോളന്മാരുടെ പ്രധാനപ്പെട്ട തുറമുഖ പട്ടണം കാവേരി പട്ടണമാണ്. അതിന് വലിയ ദൂരെയല്ല മൈലാപ്പൂർ. അപ്പോൾ അതിൻ്റെ ഒരു കീഴിലുള്ള തുറമുഖം എന്ന് വേണ്ടി വിശേഷിപ്പിക്കാവുന്ന അവസ്ഥയിലേ ഉള്ളൂ മൈലാപ്പൂർ. മദ്രാസോ അല്ലെങ്കിൽ മൈലാപ്പൂർ എന്നൊക്കെ പറയാവുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങൾക്ക് പേര് കാലഘട്ടത്തിൽ രൂപപ്പെട്ട് വന്നായിരിക്കാം. പഴയ രേഖകളിൽ പറയും തോമസ് ലീ കലാമിനയിൽ മരിച്ചു എന്നുള്ളതാണ്. കലാമിന പഴയ റോമൻ മാർട്ടിരോളജിയിലും മറ്റ് മാർട്ടിരോളജി ലിസ്റ്റിനകത്തെല്ലാം പറയുക തോമസ് ലീ കലാമിനെ മരിച്ചു എന്നുള്ളതാണ്. കലാമിന എവിടെയാണ് എന്ന വലിയ അന്വേഷണ ശ്രമങ്ങൾ ഒത്തിരി ചരിത്രകാരൻ നടത്തുകയുണ്ടായി, പ്ലാസിഡ് അച്ഛനൊക്കെ നടത്തുകയുണ്ടായി. അത് ചോളമണ്ഡലത്തിൻ്റെ ചുരുക്കെഴുത്താണ് കലാമിന എന്നുള്ളതാണ്. നമ്മുടെ 16-ാം നൂറ്റാണ്ട് ഫ്രാൻസിസ് സേവിയർ പറയുന്നുണ്ട് തോമസ് ലീ മരിച്ചത് കലാമിനെയാണ്, അതിപ്പോഴത്തെ മൈലാപ്പൂരാണെന്ന് 1540 അധികം എഴുതുന്നുണ്ട്. അപ്പം കലാമിന എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്ന സ്ഥലം മൈലാപ്പൂർ തന്നെയാണെന്ന് ഫ്രാൻസിസ് സേവിയർ വ്യക്തമായിട്ട് ദ്യോതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മൈലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് രക്തസാക്ഷ്യം ഭരിച്ചെന്നുള്ളത്. ഡുവാർട്ടെ ബർബോസ 1514 എഴുതുമ്പോഴും അദ്ദേഹം പറഞ്ഞ തോമസ് ലീയെ ഒരു അമ്പ് ചെയ്ത് ഇപ്പോഴും അദ്ദേഹം പറന്നുയർന്നു മയിലായിട്ട് അദ്ദേഹം മരിച്ചു വീണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ മയിലിനോട് ബന്ധപ്പെടുത്തിയാണ് തോമസ് ലീ ആശ്വസിപ്പിക്കാനായിട്ട് മയിൽ വരുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. ഇതൊരു ഇമേജറി ആയിരിക്കാം, ഞാൻ ചരിത്രമാണെന്നും പറയണമെന്നുമില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, തോമസ് ലീ മരിച്ചത് മയിലാപ്പൂർ. കാരണം ആളുകൾ അവരുടെ വിശ്വാസവും അവരുടെ മനസ്സിലാക്കലും വിശദീകരിക്കാൻ വേണ്ടി പല ഇമേജറികളും മെറ്റഫറുകൾ എടുക്കും. കാരണം കാണാൻ ഭംഗിയുള്ളതിനും അല്ലെങ്കിൽ സുന്ദരമായിട്ടുള്ളതിനോട് ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു വിശുദ്ധനെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അവരെടുക്കും. അപ്പോൾ അങ്ങനെ എടുത്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കും വ്യത്യസ്തമായ വേർഷൻസ് ഉണ്ടായി. കാരണം ഒരു സിംഗിൾ നറേറ്റീവ് അല്ല ഉള്ള മൾട്ടിപ്പിൾ നറേറ്റീവ് ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സൂചിപ്പിച്ചത്. പക്ഷെ മരിച്ചത് മൈലാപ്പൂരാണ് എന്നത് വ്യക്തമാണ്. കാരണം നമുക്കൊരു 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട് തൊട്ട് തുടർച്ചയായിട്ടുള്ള ഒരു തീർത്ഥാടന പാരമ്പര്യം മൈലാപ്പൂരിലുണ്ട്. മാർക്കോപോളോ പറയുന്നത് മൈലാപ്പൂർ തീർത്ഥാടകർ ഇന്ത്യക്ക് പുറത്തുനിന്നും വരുന്നു, വന്നിട്ട് ഇവിടുന്ന് ചുവന്ന മണ്ണ് എടുത്തുകൊണ്ട് പോകുന്നു മൈലാപ്പൂരിൽ നിന്ന്. ആ മണ്ണ് വെള്ളത്തിൽ കലക്കി കുടിക്കാൻ കൊടുക്കുന്നു. അപ്പോൾ രോഗം വരുമ്പോൾ ശമനത്തിനായിട്ട് മണ്ണാണ് കൊടുക്കേണ്ടത്. ഈ തോമസ് ലീയുടെ കബറിടത്തിൽ നിന്ന് എടുക്കുന്ന മണ്ണ്. അത് ജൊണ്ണാഥയ്ക്കകത്തും പറയുന്നുണ്ട്, ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തീർത്ഥാടനത്തിന് പോകുന്നവർ തോമസ് ലീയുടെ കബറിടത്തിൽ നിന്ന് മണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് മരുന്നായിട്ട് ആളുകൾക്ക് കൊടുക്കുന്നു. 2 ആളുകൾ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ 40-ാം പക്കം അമ്മ ആൺകുഞ്ഞിനെ കൊണ്ട് പള്ളി വരണം, പെൺമക്കളാണെങ്കിൽ 80-ാം പക്കമാണ് വരേണ്ടത്. അപ്പോൾ വരുമ്പോൾ ഈ മണ്ണ് തൂവിയാണ് അവർ പള്ളിയിലേക്ക് സ്വീകരിക്കുന്നത്. അപ്പം പരിശുദ്ധമാണ്. അപ്പോൾ തോമസ് ലീയുടെ രക്തസാക്ഷി സംഭവിച്ച മൈലാപ്പൂർ അത് വിശുദ്ധമായ സ്ഥലമാണ്. ഞങ്ങളുടെ വിശ്വാസം തുടക്കമിട്ട വിശുദ്ധൻ്റെ കബറിടമാണ്. ആ കബറിൽ പോയി പ്രാർത്ഥിക്കുക, അവിടുന്ന് മണ്ണെടുക്കുക. അത് അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെയും സഭാത്മക ജീവിതത്തിൻ്റെ അവിർഭാജ്യ ഘടകമായതുകൊണ്ടാണ് ഈ മണ്ണ് തുവികൾ സ്വീകരിക്കുന്ന പാരമ്പര്യം. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാരമ്പര്യത്തെ നമ്മൾ കാണുക. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ രക്തസാക്ഷിത്വത്തെ കാണുന്നത്. കാരണം ഒരു സിംഗിൾ നറേറ്റീവ് തീരുന്നതല്ലത്. ആ സിംഗിൾ നറേറ്റീവിനൊപ്പം തന്നെ ഒരു കോൺസിസ്റ്റൻ്റ് പ്രാക്ടീസുകൾ ഉണ്ടാകുകയാണ്. ഈ മരിച്ച സ്ഥലത്തോടും ഖബറടങ്ങിയ സ്ഥലത്തോടും ഈ മണ്ണിനോടൊക്കെ ബന്ധപ്പെട്ട് നിരന്തരമായ ഒരു പാരമ്പര്യ ക്രമങ്ങൾ സംഭവിക്കുകയാണ്. അതുകൊണ്ട് ബന്ധിപ്പിച്ച് വേണം ഇതിനകത്ത് ചരിത്ര സാധ്യത എന്തുകൊണ്ട് നൽകാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ നറേറ്റീവിനകത്ത് പറയുന്നത് ചിന്നമലയിലായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് വേടൻ്റെയോ അല്ലെങ്കിൽ പൂജാരിയുടെ ആരും ആകട്ടെ, കാരണം അത് എഴുതി വരുമ്പോഴും മനസ്സിലാക്കിയ വിധത്തിൽ ഭേദവ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷേ അവിടെ വെച്ച് മരിച്ചു എന്നുള്ള എല്ലാവരുടെയും രേഖകളിലുണ്ട്. ആര് കൊന്നു എന്നുള്ളത് വ്യത്യസ്ത കാര്യമാണ്. കാരണം ഇന്ന് ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഒരു പൂജാരി കൊന്നു എന്ന് പറയുമ്പോൾ അതിന് തക്കതേ കാരണം ഉണ്ടാകണമല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മതവിഭാഗത്തെ പ്രകോപിപ്പിച്ചിട്ട് അത് കൊന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ അങ്ങോട്ടൊന്നും ഒത്തിരി കടന്നു പറയാൻ ആശിക്കുന്നില്ല. കാരണം ഇത് വളരെ സെൻസിറ്റീവ് ലോകമാണിത്. കാരണം നമുക്ക് തെളിവില്ലാതെ അത് കടത്തി പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ വെച്ച് മതിക്കപ്പെട്ടു. അവിടെ നിന്ന്
അദ്ദേഹം പെരിയമലയിൽ ഇപ്പോഴത്തെ എയർപോർട്ട് തൊട്ടടുത്തുള്ള പെരിയമലയിലേക്ക് അദ്ദേഹം നടന്നു അവിടെ വെച്ച് മരിച്ചു വീണെന്നുള്ളതാണ്. അവിടെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വേടൻ്റെ അല്ലെങ്കിൽ ആരുടെങ്കിലും അമ്പേറ്റ് ആക്രമിക്കപ്പെടുന്ന ചിന്നമലയാണ്. അവിടുന്ന് പെരിയമല നടന്നു ആണ്. അദ്ദേഹത്തിൻ്റെ ശരീരം അടക്കിയ സ്ഥലമാണ് സാന്തം എന്ന് പറയുന്നത്, ഇപ്പോൾ കത്തീഡ്രലിരിക്കുന്ന സ്ഥലം. അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടം അവിടെയാണ് അടക്കിയേക്കണേ സാന്തവും. അതിനെക്കുറിച്ച് പറയാമോ? അതിൻ്റെ ഭൗതികാവശിഷ്ടം അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. 224 AD 224 ഈ സസാനിയൻ രാജാക്കന്മാർ ഭരിക്കാൻ തുടങ്ങി, പാർട്ടിൻ്റെ രാജാക്കന്മാരില്ലാതെ. അപ്പോൾ ആദ്യം അവർ 8 തുറമുഖങ്ങളുണ്ടാക്കി. ഒന്നുകിൽ പുനർജീവിപ്പിച്ചെടുത്തു അല്ലെങ്കിൽ പുതുതായിട്ട് തുടങ്ങി. അപ്പോൾ ഇന്ത്യയുടെ കച്ചവടം ബന്ധം ശക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. റോമൻ കച്ചവടം പതുക്കെ മന്യതയിലായി. പേർഷ്യ സാമ്രാജ്യമായിട്ടുള്ള കൂടുതൽ കച്ചവടം ശക്തിപ്പെടുന്ന സമയം. ഈ സമയത്ത് തുർക്കിയോട്ടുള്ള കച്ചവടക്കാർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഈ വരുന്ന ഘട്ടത്തിൽ യദേസയിൽ നിന്നൊരു കച്ചവടക്കാരൻ മൈലാപ്പൂരിൽ നിന്ന് തോമാസയുടെ കുറേ ഭൗതിക അവശിഷ്ടം, മുഴുവനല്ല കുറേ ഭാഗങ്ങൾ ഇവിടെ നിന്ന് യദേസയിലേക്ക് കൊണ്ടുപോയി. ഇതാണ് രേഖകളിലെല്ലാം കാണുക. 232 ഇദ്ദേഹം ഈ ഭൗതിക അവശിഷ്ടം ഇവിടുന്ന് കൊണ്ടുപോകണേ. അല്ല, തുർക്കിയിലെ യദേസയിലേക്ക്. തുർക്കിയിലെ യദേസയിൽ കൊണ്ടുപോയി ആദ്യം പട്ടണത്തിന് പുറത്ത് അത് സ്ഥാപിച്ചു, പിന്നീട് അത് പട്ടണത്തിനുള്ളിൽ സ്ഥാപിച്ചു. അന്ന് യദേസ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഈറ്റില്ലമാണ്. റോമ സാമ്രാജ്യത്തിലെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ കേന്ദ്രം യദേസയാണ്. നമ്മുടെ വിശുദ്ധ എഫ്രൈമിൻ്റെ നാടൊക്കെ, വിശുദ്ധ എഫ്രൈമിൻ്റെ യദേസയിൽ വലിയൊരു തിയോളജിക്കൽ സ്കൂളുണ്ട്. അപ്പം ഈ യദേസ നമ്മുടെ അദ്ദേഹം എഫ്രൈം ബിഷപ്പ് അല്ലെങ്കിൽ എഫ്രൈം വിശുദ്ധൻ ജനിക്കുന്ന മുമ്പ് തന്നെ ഈ ഭക്തി രൂപപ്പെട്ടു വന്നിരുന്നു. അതുകൊണ്ടാണ് തോമസ് സെൻട്രിക് ട്രഡീഷൻസും പൈതൃകങ്ങളെല്ലാം യദേസയെ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ടു വന്നത്. ഈവൻ തോമസയുടെ പൈതൃകം എന്ന് പറഞ്ഞ കൃതി പോലും എഴുതപ്പെട്ട യദേസയിലാണ്. ഈ ഭൗതിക അവശിഷ്ടത്തിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് മാറ്റിയതിന് ശേഷം 240 ഈ തോമസ് നടപടി പുസ്തകം എന്നുള്ള ആ ഒരു പുസ്തകം, ആക്സ് തോമസ് എന്ന് പറഞ്ഞ പുസ്തകം സുറിയാനി ഭാഷയിൽ യദേസയിൽ എഴുതപ്പെടണേ. അപ്പോൾ ഈ കൊണ്ടുവന്ന് തോമാസ്ലിയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്തെല്ലാമാണ്, എവിടെയൊക്കെ നടന്ന് ഏതെല്ലാം മാനങ്ങളാണ് നടന്നതെന്ന് വിശദീകരിക്കുന്ന ഗ്രന്ഥമായിട്ടാണ് ഈ ആക്സ് ഓഫ് തോമസ് രൂപപ്പെട്ട് വന്നത്. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോഴാണ് ഇത് ചരിത്ര രേഖയായിട്ട് ഈ കൃതി എടുക്കണം നമുക്ക് തോന്നുക. കാരണം ഒരു ആകസ്മികതയിൽ എഴുതപ്പെട്ട കൃതിയല്ല, അതിനൊരു കാരണമുണ്ട്. അപ്പോൾ തോമാസ്ലിയുടെ ഭൗതികവശിഷ്ടം ഇവിടുന്ന് മൈലാപ്പൂരിൽ നിന്ന് അതിൻ്റെ ഒരു ഭാഗം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞപ്പോൾ ഈ തോമസ് ഇന്ത്യയിൽ എന്ത് ചെയ്തു, എവിടെയൊക്കെ സുവിശേഷം പ്രസംഗിച്ചു, അപ്പം ആരൊക്കെയായിരുന്നു അന്നത്തെ എളുപ്പമാക്കി കൊടുത്ത വ്യക്തികൾ, അങ്ങനെയൊക്കെ വിശദീകരിക്കുന്ന കൃതിയായിട്ട് ആക്സ് ഓഫ് തോമസ് മാറി. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് കൃതി എഴുതപ്പെട്ടത്. ഞാൻ വീണ്ടും മൈലാപ്പൂരിലേക്ക് വരാം. ബാക്കി ഭൗതിക അവശിഷ്ടം അവിടെ തുടരുകയാണ്. അപ്പോൾ പോർട്ടീസുകാർ വന്ന 1517 അവർ കേൾക്കാനിടയായി മൈലാപ്പൂർ തോമാസ്ലിയുടെ കബറിടം ഉണ്ടെന്ന്. അതുവരെ പാശ്ചാത്യ ലോകത്തിന് അറിയില്ല തോമാസ്ലിയുടെ കബറിടം മൈലാപ്പൂരുണ്ടെന്നുള്ള കാര്യം. മാർക്കോപ്പോള എഴുതിയെങ്കിലും അതൊക്കെ ആൾക്കാർ വിശ്വസിച്ചിരുന്നില്ല. അപ്പം തോമാസ്ലിയുടെ കബറിടം അത്രയും ഉണ്ടെന്നുള്ള വിവരം ഈ നമ്മൾ 4, 5, 6 നൂറ്റാണ്ടിലുണ്ടെങ്കിലും തോമാസ്ലിയുടെ കബറിടത്തിൻ്റെ ഒരു ഭാഗം ഭൗതികവശിഷ്ട അംശം യദേസയിൽ നിന്ന് ഓർത്തോണയിലേക്ക് കൊണ്ടുപോയി അത് ഇറ്റലിയിലാണ് എന്ന ധാരണയുണ്ടായിരുന്നു. പക്ഷേ ആൾക്കാർ പറഞ്ഞു ഇവിടെ തന്നെ തോമാസ്ലിഹ കബറിടം കേൾക്കണേ, അതിവിടെയുണ്ട്. അങ്ങനെയാണ് 1521 ആ ഭാഗം ഉദ്ഘാടനം ചെയ്യാമെന്ന് പോർട്ടുഗീസുകാർ തീരുമാനിക്കുകയും 1523 ആ പ്രദേശം മൊത്തം അവർ കുഴിച്ചെടുത്തു, എക്സ്കവേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഒരു പാത്രത്തിനകത്ത് തോമാസ്ലിഹയുടെ അതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ തലയൂട്ടിയുടെ ചില ഭാഗങ്ങൾ, വേറൊരിടത്തിനകത്ത് അമ്പൻ ഈ കുന്തത്തിൻ്റെ ചില അംശങ്ങൾ, വേറെ ചിലത്ത് ഇഷ്ടികകൾ. ആ ഇഷ്ടികകൾ പട്ടണത്തിൽ നിന്ന് മരിക്കമേടുന്നു. രണ്ടും റോമൻ കച്ചവട കാലഘട്ടത്തിലെ ഇഷ്ടികളുടെ വലിപ്പമുള്ള അതേ അളവിലുള്ള ഇഷ്ടികൾ ഈ ഇവിടെ നിന്ന് മൈലാപ്പൂരിൽ നിന്ന് പോർട്ടുഗീസുകാർ കണ്ടെത്തുകയുണ്ട് 1523. അപ്പോൾ അത് തോമാസ്ലിയുടെ കബറിടമാണ് എന്ന് വിശ്വസിക്കപ്പെടുകയും തെളിവുകളാണ്. അവിടെയാണ് സാന്തോം കത്തീഡ്രൽ പിന്നീട് ഉയർത്തപ്പെടുകയും ചെയ്തത്. അപ്പോൾ മൈലാപ്പൂർ ചെന്ന് കഴിയുമ്പോൾ ഈ 3 സ്ഥലങ്ങൾ പ്രധാനപ്പെട്ടാണ്: ചിന്നമല, പെരിയമല, പിന്നെ തോമാസ്ലിയുടെ ഭൗതിക അവശിഷ്ടം നിൽക്കുന്ന ആ ഒരു കത്തീഡ്രൽ, സാന്തോം കത്തീഡ്രൽ. അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിൽ നിന്ന് കിട്ടിയ ഈ ഇതെല്ലാം കൂടി
ഗോവയ്ക്ക് അടുത്തുള്ള ഗോവയിൽ തന്നെയുള്ള റീബന്താർ എന്ന് പറഞ്ഞാൽ പഞ്ചിമിൻ്റെയും ഓൾഡ് ഗോവയുടെയും നടുക്കുള്ള സ്ഥലമാണ്. റീബന്താർ എന്നാണ് ഒറിജിനൽ പേര്, ഇപ്പോൾ റീബന്താർ എന്നറിയപ്പെടുക. അവിടുത്തെ പള്ളികളിലാണെന്ന് നിക്ഷേപിച്ചായിട്ട് പോലീസ് രേഖകളിൽ കാണുക. പോലീസുകാർ കണ്ടെത്തിയതിൻ്റെ അവശിഷ്ടങ്ങൾ അന്ന് പ്രധാനപ്പെട്ട പള്ളികളിലൊന്നാണ് റീബന്താർ പള്ളികൾ. അപ്പോൾ അങ്ങനെ മൈലാപ്പൂരിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ ഒരു ക്രൈസ്തവ സാന്നിധ്യം, ആ ക്രൈസ്തവ സാന്നിധ്യം രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ തോമസ് ലീഗ അവിടെ വെച്ച് ഒന്നെങ്കിൽ ആകസ്മികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത് വിശ്വാസം ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തിൻ്റെ നിലകൊണ്ടതിൻ്റെ പേരിലാകാം. കാരണം നമുക്ക് പല നറേറ്റീവ്സ് ഉള്ളതുകൊണ്ട് ഏത് നറേറ്റീവാണ് ഏറ്റവും ശരി നമുക്കിപ്പോൾ പറയാൻ പറ്റുകയില്ല. പക്ഷേ അവിടെ രക്തസാക്ഷിത്വം മരിച്ചു എന്നുള്ള എല്ലാ നറേറ്റീവ്സും പറയുക. അത് തെളിയിക്കുന്ന ഒരു കബറിടം അവിടെയുണ്ട്. ആ കബറിടം തുടർച്ചയായിട്ട് ആളുകൾ സന്ദർശിക്കുന്ന കബറിടമാണ്. ആ കബറിടം 4-ാം നൂറ്റാണ്ടിലൊക്കെ നമ്മുടെ തൊട്ട് എങ്കിലും നമ്മുടെ സുറിയാനി രേഖകളിലും നമ്മുടെ പാശ്ചാത്യ രേഖകളിലെല്ലാം തീർത്ഥാടകർ സ്ഥിരം വരുന്നതായിട്ട് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രിഗോറിയോ ടൂൾസ് എന്ന് പറയുന്നത് ഈ മെറവിഞ്ചിയൻ രാജാക്കന്മാരെക്കുറിച്ച് ഏറ്റവും ആധികാരികമായ കൃതി എഴുതിയ ബിഷപ്പാണ് ടൂറിലെ ഗ്രിഗറി മെത്രാൻ. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഇന്ന് സെക്യുലർ ഹിസ്റ്റോറിയൻസ് മെറവിഞ്ചിയൻസിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആധികാരിക ഗ്രന്ഥം. അദ്ദേഹം പറയുന്നത് തോമസ് ലീഗ കബറടങ്ങിയിരിക്കുന്നത് ഈ കലാമിനെയാണ് പറഞ്ഞും മൈലാപ്പൂര്. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രാൻസിസ് സേവിയർ തന്നെ വ്യക്തമാക്കിയായിരുന്നു കലാമിനെയും മൈലാപ്പൂർ ഒന്ന് തന്നെയാണ് വ്യക്തമാക്കിയുണ്ടായി. അപ്പോൾ അവിടെ ഒരു ആശ്രമം, ഒരു പള്ളിയുണ്ട്, ഒരു ആശ്രമമുണ്ട്. അത് സുറിയാൻ രേഖകളിൽ ബത്തൂമ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബത്തൂമ എന്ന ഹൗസ് ഓഫ് തോമസ് എന്ന പേരിൽ, തോമസിൻ്റെ ഹൗസ്. അപ്പോൾ അവിടെ മൊണാസ്ട്രി ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ തിരി കത്തിക്കുന്നുണ്ട്, എന്നും തിരി കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം ഗ്രിഗോറിയോ ടൂൾസിന് കിട്ടിയത് തെയോദോറസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. രേഖകളും അദ്ദേഹം സൂചിപ്പിക്കുകയാണ്, ഇന്ന ആളിൽ നിന്നാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം ചുമ്മാ ഊഹ എഴുതുന്നതല്ല. അപ്പം സോഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് ആർക്ക് വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം. ആ സോഴ്സ് പറയുന്നത് തെറ്റാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുക. ആ കാലഘട്ടത്തിൽ അദ്ദേഹം എല്ലാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ഈ തെയോദോറസൊക്കെ ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ സോഴ്സിൽ നിന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. അത് വെച്ച് തോമസിൻ്റെ കബറിടം അവിടെ നിൽക്കുന്നത്. അവിടെ പള്ളിയുണ്ട്, അവിടെ മൊണാസ്ട്രി ഉണ്ട്, അവിടെയൊന്നും തിരി കത്തിക്കുന്ന പാരമ്പര്യമുണ്ട്. ഇത് 594 ഗ്രിഗറി മെത്രാൻ മരിക്കുന്നത്. ഈ കാര്യം ആരും ചോദ്യം ചെയ്തിട്ടില്ല. ഇല്ല, കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു രേഖകൾക്കെല്ലാം വിശ്വസനീയതയുണ്ട്. ഈ ക്രെഡിബിലിറ്റി, നമ്മൾ സോഴ്സുകളുടെ ക്രെഡിബിലിറ്റിയാണ് ഒരു വസ്തുത ചരിത്രപരമായിട്ട് എടുക്കണോ തീരുമാനിക്കാൻ സഹായിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ രേഖകളെല്ലാം ക്രെഡിബിൾ സോഴ്സുകൾ വെച്ചിട്ടാണ്. ഞാൻ വെറുതെ ഊഹാപോഹം പറയുന്ന വെച്ചുകളല്ല. ഈ പറയുന്ന ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ഇവരെല്ലാം അത് ചരിത്രത്തിലെ ഏറ്റവും ആധികാരികമായി പറഞ്ഞിട്ടുള്ളവരും അല്ലെങ്കിൽ അധികാര സെക്യുലർ ഹിസ്റ്റോറിയൻസ് അംഗീകരിക്കപ്പെട്ടവരുടെയോ സോഴ്സുകൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ സൂചിപ്പിച്ച് അദ്ദേഹം തിരി കത്തിക്കുന്ന പാരമ്പര്യം 16-ാം നൂറ്റാണ്ട് വരെ നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ മാർക്കോപ്പോള പറയുമ്പോഴുണ്ട്. 1292 വന്ന് സന്ദർശിക്കുമ്പോൾ 1516 സംഭവിച്ചൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡുവാർട്ട ബർബോസ കൊച്ചിയിലുണ്ടായിരുന്നു. ദീർഘകാലം കണ്ണൂരിലെ പോർട്ടുഗീസ് ഫാക്ടറിയുടെ ചുമതലയായിരുന്നു. അദ്ദേഹം മൈലാപ്പൂർ സന്ദർശിച്ചിട്ട് അദ്ദേഹം പറയുന്നത് അവിടെ ക്രൈസ്തവരുണ്ട്, പക്ഷേ അധികം പേരില്ല, പള്ളി അതിന് ശ്രദ്ധിക്കുന്നില്ല. അവിടെ കബറിടത്തങ്ങളിൽ വിളക്ക് കത്തിക്കുന്ന പതിവുണ്ട്, പക്ഷേ ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാത്തൊരു മുസ്ലിം പയ്യനാണ് ഇപ്പോൾ തിരി കത്തിക്കുന്നത്. പാരമ്പര്യ ആളുകൾ ഈ മുസ്ലിം പയ്യനോട് മുസ്ലിം എത്തി, പക്ഷേ ഈ കബറിടത്തിൽ തിരി കത്തിക്കുന്ന പതിവ് കൊണ്ട് നമ്മൾ കത്തിക്കുന്നതാണ്. ഈ അവിടുത്തെ സോഷ്യൽ ഗ്രൂപ്പ് മാറി, പക്ഷേ ഇത് വിശുദ്ധമായ ഒരു വ്യക്തിയാണെന്ന് കണ്ടുകൊണ്ട് വീണ്ടും കത്തിച്ചുകൊണ്ടിരിക്കുക. തീർന്നു പോവുക. അത് കുറച്ച് നാളത്തേക്ക് കത്തിച്ചിരുന്നാണ് ബർബോസയുടെ വിവരണത്തിൽ. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് പോർട്ടുഗീസുകാർ ഏറ്റെടുത്തിട്ട് അത് വീണ്ടും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് പിന്നെ ചാപ്പലാക്കി ഉയർത്തുകയും പഴയതെല്ലാം പുതുക്കി പുതിയ പള്ളിയായിട്ട് പണിയുകയും അതിന് ഉയർത്തുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ച് കണ്ടിന്യൂറ്റി ഓഫ് ട്രഡീഷനാണ്, കോൺസിസ്റ്റൻസിയാണ്. ഈ പാരമ്പര്യങ്ങൾ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞിട്ട് പുതുണ്ടാക്കുന്നതല്ല. ആ പാരമ്പര്യ തുടർച്ച സൂചിപ്പിക്കുന്നതിന് സത്യമുണ്ടെന്നുള്ളതാണ്. അതിനകത്ത് ചരിത്ര യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ളതാണ്. 1516 ആൻഡ്രിയ കൊർസാലി എന്ന് പറയുന്ന വ്യക്തി കൊച്ചി വരുന്നുണ്ട്. അത് ഇറ്റാലിയനാണ്, ഫ്ലോറൻസിൽ നിന്നുള്ള വ്യക്തിയാണ്.
അപ്പോൾ പീറ്റർ സ്ട്രോസി എന്ന് പറഞ്ഞ വ്യക്തി, രണ്ടുപേരും ഇവിടുത്തെ കച്ചവട ഏജൻറ്റായിട്ട് വരുന്ന, പോർട്ടിസാറിൻ്റെ കീഴിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി വന്ന. പക്ഷെ രണ്ടുപേരും ഇറ്റാലിയൻസാണ്. അവർ ഇറ്റലിയിലെ വലിയ മെഡിച്ചി കുടുംബത്തിൻ്റെ ട്രേഡ് ഏജൻസാണ്. മെഡിച്ചി കുടുംബം എന്ന് പറയുന്നത് അന്നത്തെ ഫ്ലോറൻസിലെ ഏറ്റവും പ്രമുഖമായ കച്ചവട കുടുംബമാണ്. അന്ന് സഭയിലെ മാർപ്പാപ്പ മെഡിച്ചി കുടുംബമാണ്. ലിയോ 10 മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് വത്തിക്കാൻ ഈ പട്ടണത്തിൻ്റെ ഫൈനൽ രൂപമായിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ആ മെഡിച്ചി കുടുംബത്തിലെ ജൂലിയാനോ ഫ്രെഡറിക്കോ മെഡിച്ചി എന്ന് പറയുന്ന ട്രേഡ് ഏജൻ്റായ വ്യക്തി, ഈ പറഞ്ഞ ആൻഡ്രിയ കൊർസാലി, കൊച്ചിയിൽ നിന്ന് വന്നിട്ട് ഈ പീറ്റർ സ്ട്രോസിയുടെ കൂട്ടത്തിൽ കൊച്ചിയിൽ നടന്ന് മലമ്പാതയിൽ കൂടെ നടന്ന് മൈലാപ്പൂരിൽ തീർത്ഥാടനം നടത്തുക തോമസ് കബറിടത്തിലേക്ക്. അപ്പോൾ ഈ തീർത്ഥാടന പാരമ്പര്യം, ഈ തോമസ് കബറിടത്തിലേക്ക് നടത്തുന്ന തീർത്ഥാടന പാരമ്പര്യം, അത് കാണിക്കുന്നത് ഇതൊരു ആളുകളുടെ വിശ്വാസം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, നൂറ്റാണ്ടിൽ തുടങ്ങുന്നു. ഞാൻ പറഞ്ഞു ഗ്രിഗറി ടൂൾസിൻ്റെ ഘട്ടം പറഞ്ഞു, പിന്നീട് ഇത് പറയുകയുണ്ടായി. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തെളിവെന്ന് പറയുന്നത് 883 ആംഗ്ലോ സാക്സൺ ക്രോണിക്കിളുണ്ട്. 883 വർഷം തയ്യാറാക്കപ്പെട്ടതാണ്. അന്ന് ഭരിക്കുന്ന രാജാവ് ആൽഫ്രഡ് ദ ഗ്രേറ്റ് ആണ്. വെസക്സിലെ ആൽഫ്രഡ് രാജാവാണ്. ലണ്ടന് വൈക്കിങ്സ് ആക്രമിക്കുക. വൈക്കിങ്സ് പറഞ്ഞ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ സ്വീഡൻ, നോർവേ, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിലെ അവിടുത്തെ ആളുകൾ, അവിടെ യൂറോപ്പ് മുഴുവൻ കീഴടങ്ങുന്ന ആളുകളാണ്. ഇവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ആൽഫ്രഡ് രാജാവ് നേർച്ച തരുന്നുണ്ട്. തോമസ് ലീഗയുടെ കബറിടത്തിലേക്ക് ഞങ്ങൾ നേർച്ച തരണമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നേർച്ച തോമസിയുടെയും ബർത്തലോമയുടെയും കബറിടങ്ങളിലേക്ക്, ഇന്ത്യയിലെ ഈ രണ്ടുപേരുടെയും കബറിടങ്ങളിലേക്ക്. അതിന് അദ്ദേഹം അയക്കുന്നത് സീഹെൽം എന്ന് പറയുന്ന ഒരു അംബാസഡറെയും മറ്റേ എദൽസ്റ്റാൻ എന്ന് പറഞ്ഞ അംബാസഡർ, ഈ 2 പേരെയും സമ്മാനം കൊടുത്ത്, പണം കൊടുത്ത് തോമസിയുടെ കബറിടത്തിലേക്ക് അയക്കിയത് 883 പോർട്ടുഗീസുകാർ വന്നേക്കാളും മുന്നും ആംഗ്ലോ സാക്സൺ ക്രോണിക്കിളെ കുറിച്ച് വെച്ചിരിക്കുന്ന. ഇപ്പോഴും ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 883 വിവരം അറിയാം. ഞാൻ സൂചിപ്പിച്ച് ഈ തുടർച്ചയായ തോമാശ്രീയുടെ പാരമ്പര്യം, അത് ഖബറുടെ പാരമ്പര്യം ഇന്നെടുത്താണ്. അവിടെ ഒന്ന് പ്രാർത്ഥിച്ച സൗഖ്യമുണ്ട്, രക്ഷയുണ്ട്, നേർച്ച ചേർന്ന് കഴിഞ്ഞാൽ വിടുതലുണ്ട് എന്നൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇതെല്ലാം. അപ്പോൾ അത് അതിൽ തുടർച്ച കാണിക്കുന്നത് അതിനകത്തൊരു ചരിത്ര ക്രെഡിബിലിറ്റി, ഹിസ്റ്റോറിക്കൽ ക്രെഡിബിലിറ്റി ഉണ്ട്. അതിൽ ചരിത്രം തന്നെ അറിഞ്ഞിട്ടാണെന്ന് നൂറ്റാണ്ടുകളിലൂടെ ഉള്ള തുടർന്നു പോരുന്നു. അപ്പോൾ അതുകൊണ്ട് തോമസ് എന്ന പേരാണ് ഇംഗ്ലണ്ടിലെ ഏറ്റവും 2ാമത്തെയും 3ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട പേര്. തോമസ് ബെക്കറ്റ്, തോമസ് മൂർ, തോമസ് ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ്. തോമസ് മാർട്ടിറോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം തോമസായി കൊടുത്തിട്ടുണ്ട്. ഈ കാരണം കൊണ്ടാണ് അവരൊരു വലിയ ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് തോമസ് കബറിടത്തിലുള്ള പ്രാർത്ഥന വഴിതെളിച്ചുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ച മൈലാപ്പൂരോട് ബന്ധപ്പെട്ടുള്ള ഒരു പാരമ്പര്യവും പൈതൃകവും അതിനെക്കുറിച്ചുള്ള ചരിത്രരേഖകളും വിവരണങ്ങളെല്ലാം വായിക്കുമ്പോൾ അവിടെ ഒരു ചരിത്രത്തിൻ്റെ സാധ്യതയില്ലേ? ഈ അറിവുകളെല്ലാം അരിച്ചുപറക്കി എടുക്കുമ്പോൾ സത്യത്തിന് അംശമില്ലേ? അത് സത്യമല്ലേ? അതാണ് ഈ അന്വേഷണത്തിൻ്റെ കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനായിട്ട്. ഭാരതസഭയും മാർത്തോമാ സ്ലീഹായും എന്ന പഠന പരമ്പരയിൽ മോൺസിഞ്ഞോർ അച്ഛൻ തൻ്റെ അറിവിൻ്റെ മഹാസാഗരത്തിൽ നിന്ന് ചില മുത്തുകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഠിന പരിശ്രമത്തിൻ്റെയും ആഴമേറിയ അറിവിൻ്റെയും ഗഹനമായ ഗവേഷണത്തിൻ്റെയും എല്ലാം നേർസാക്ഷ്യമാണ് ഈ എപ്പിസോഡിൽ നമ്മൾക്ക് കേൾക്കാനിടയായത്. നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന, നമ്മുടെ പാരമ്പര്യത്തെ നമ്മുടെ നെഞ്ചോട് ചേർക്കാൻ സഹായിക്കുന്ന ഒരു പരമ്പര തന്നെയായിരുന്നു, പഠനം തന്നെയായിരുന്നു ഇത് എന്നത് സംശയമില്ല. അച്ഛന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. മാർത്തോമാ സ്ലീഹായും ഭാരതസഭയും എന്ന പഠന പരമ്പരയുടെ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും നമസ്കാരം.